ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. എൻ്റെ പേര് ബേസിൽ. എൻ്റെ സ്കൂളിൽ പുതിയതായി വന്ന ഒരു ടീച്ചറുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ടീച്ചറുടെ പേര് ജെസ്സി. ഇംഗ്ലീഷാണ് എടുക്കുന്നത്. അച്ചായത്തിയായ അവർ ഒരു സുന്ദരി തന്നെയായിരുന്നു. അവളെ കാണുമ്പോൾ പരസ്പരം സീരിയലിലെ പ്രീതിയെയാണ് ഓർമ്മ വരുന്നത്. അവർ താമസിക്കുന്നത് എൻ്റെ വീടും കഴിഞ്ഞ് 1/2 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. ക്ലാസ്സിലെ ടോപ്പ് സ്കോറർ ആയതിനാൽ ഞാൻ പെട്ടെന്ന് അവരുമായി പരിചയപ്പെട്ടു. ഞാനും ടീച്ചറും ഒരുമിച്ചായിരുന്നു ബസ്സിൽ കയറാൻ പോകുന്നത്. ഞാൻ ധാരാളം സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെ അവർക്കും എനിക്കുമിടയിൽ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിനപ്പുറം ഒരു ബന്ധം വളർന്നു. ടീച്ചറിന്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ടീച്ചറിനെ ഒരിക്കൽ കൊണ്ടുപോയി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു. അതിനുശേഷമാണ് അവർ എൻ്റെ സ്കൂളിൽ ചേർന്നത്. ടീച്ചറിന് കുട്ടികളൊന്നും ആയിരുന്നില്ല. ടീച്ചറിനെ പറ്റി പറഞ്ഞാൽ നല്ല വട്ടമുഖം, ചെറുതായി പുറത്തേക്ക് ഉന്തിയ കേച്ചുണ്ട്, അതിൽ എപ്പോഴും ലിപ്സ്റ്റിക് ഉണ്ടാവും. ഒരു ചെറിയ മറുകുമുണ്ട് താടിയിൽ. നല്ല കണ്ണുകൾ. ആര് കണ്ടാലും ആ മുഖത്ത് നിന്ന് കണ്ണടിക്കില്ല. അതിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം ടീച്ചറുടെ വീട്ടിലൊക്കെ പോയി. അവിടെ ടീച്ചർക്ക് കൂട്ടായി അകന്ന ബന്ധത്തിലുള്ളൊരു വയസ്സായ സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകാനായി ഞാൻ ടീച്ചറെ നോക്കി നിൽക്കുകയായിരുന്നു. സമയം ഒത്തിരി കഴിഞ്ഞിട്ടും ടീച്ചറെ കണ്ടില്ല. അമ്മ പറഞ്ഞു ഒരു പക്ഷേ ടീച്ചർക്ക് സുഖമില്ലായിരിക്കുമെന്ന്. അന്ന് ഞാൻ ഒറ്റയ്ക്ക് സ്കൂളിൽ പോയി. വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ അച്ഛനോടും അമ്മയോടും സംസാരിച്ചിരിക്കുന്ന ടീച്ചറെ കണ്ടു. എൻ്റെ ഉള്ളിൽ സന്തോഷം അല തല്ലി. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി കാപ്പി കുടിച്ചു വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ടീച്ചറിന് കൂട്ടിലുണ്ടായിരുന്ന സ്ത്രീയെ അവരുടെ മകൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന്. ടീച്ചർ വന്നത് നിന്നെ കൂട്ടിന് വിടുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ. ടീച്ചറുടെ കൂടെ നിന്നാൽ നിന്റെ ഉഴപ്പൊക്കെ അങ്ങ് മാറും, അച്ഛൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അങ്ങനെ എൻ്റെ അന്തിയുറക്കം ടീച്ചറുടെ വീട്ടിലേക്ക് മാറ്റി. അങ്ങനെ എന്നും ഞാൻ സ്കൂൾ വിട്ട് വന്നാൽ ഡ്രസ്സും മാറി കാപ്പിയും കുടിച്ച് പഠിക്കുന്നതിനുള്ള ബുക്കും എടുത്ത് ടീച്ചറുടെ വീട്ടിലേക്ക് ഒറ്റ പോക്കാം. ഞാൻ ചെല്ലുമ്പോൾ ടീച്ചർ എന്നെയും കാത്തിരിക്കുകയായിരിക്കും. ഞാൻ ചെന്നിട്ടായിരുന്നു ടീച്ചർക്ക് കുളിക്കാൻ കരയുന്നത്. ഞാൻ സ്കൂളിൽ ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ ഹോംവർക്ക് ചെയ്ത് തീർക്കുമായിരുന്നു. ടീച്ചറുടെ വീട്ടിലെത്തിയാൽ പഠിക്കാനുള്ളത് പെട്ടെന്ന് പഠിക്കുമായിരുന്നു. ബാക്കിയുള്ള സമയം TV കാണലായിരുന്നു പരിപാടി. ഒരു ദിവസം സ്കൂളിൽ എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരു ബുക്ക് കാണിച്ചു തന്നു. അതിലൊരു സായിപ്പും മദാമയും കൂടി പല രീതിയിൽ ഇതാക്കുന്ന പടമായിരുന്നു. അത് കണ്ട് എനിക്ക് എന്തൊക്കെയോ തോന്നി. അന്ന് ടീച്ചറുടെ വീട്ടിലെത്തി. കുറച്ചു കഴിഞ്ഞ് ടീച്ചർ കുളിക്കാൻ കയറി. എൻ്റെ മനസ്സിൽ ടീച്ചറുടെ കുളി സീൻ കാണണമെന്ന മോഹം ഉടലെടുത്തു. ഞാൻ ബാത്റൂമിൻ്റെ അടുത്തെത്തിയപ്പോൾ അകത്ത് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. ഞാൻ താക്കോൽ വഴുതിലൂടെ അകത്തേക്ക് നോക്കി. എൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ അനുഭവപ്പെട്ടു. അകത്ത് ടീച്ചർ പൂർണ്ണ നഗ്നയായി കുളിക്കുകയാണ്. എനിക്ക് വളരെ വ്യക്തമായി ടീച്ചറെ കാണാൻ പറ്റുമായിരുന്നു. ഞാൻ ടീച്ചറുടെ എല്ലാം കണ്ടു. പെട്ടെന്ന് തന്നെ ടീച്ചറുടെ കുളി കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് വന്ന് സോഫയിലിരുന്നു. ടീച്ചർ എൻ്റെ കൂടെ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അല്പം മുൻപ് കണ്ട കാര്യം എൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. ടീച്ചറിന് എന്തോ പന്തികേട് തോന്നി. എന്നോട് ചോദിച്ചു എന്തു പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു ചെറിയ തലവേദനയുണ്ടെന്ന്. ടീച്ചർ പെട്ടെന്ന് തന്നെ വിക്സ് എടുത്തു കൊണ്ടുവന്നു എൻ്റെ നെറ്റിയിൽ പുരട്ടി തന്നു. എന്നിട്ട് പറഞ്ഞു അല്പം നേരം കിടന്നോളാൻ. കുറച്ചു കഴിഞ്ഞ് ടീച്ചർ ആഹാരം കഴിക്കാൻ വിളിച്ചു. ഞങ്ങൾ 2 പേരും ആഹാരം കഴിച്ചു കിടന്നു. വൈകുന്നേരം ഞാൻ കണ്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, എൻ്റെ വേറെ എവിടേക്കോ തെളിഞ്ഞു. ടീച്ചറുടെ അടുത്ത് കിടന്ന് എങ്ങനെ ഞാൻ സ്വയം ചെയ്യും? പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി. ഞാൻ ടീച്ചറെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അടിവയറ്റിൽ നല്ല വേദന അനുഭവപ്പെടുന്നു എന്ന്. ടീച്ചർ എവിടെയാണ് വേദന എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല.
ടീച്ചർ എന്നോട് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാധനത്തിന്റെ അറ്റത്താണെന്ന്. പെട്ടെന്ന് തന്നെ ടീച്ചറുടെ മുഖം ചുവന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ടീച്ചർക്ക് വല്ലാണ്ട് ദേഷ്യം തോന്നി. എന്നിട്ട് എന്നോട് ടീച്ചർ കുറച്ച് കാര്യം ചോദിച്ചു. നീ സ്വയം ചെയ്യാറുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെയ്യാറുണ്ട്. ദിവസവും ചെയ്യാറുണ്ടോ? ദിവസവും. ആരെ ഓർത്താണ് ചെയ്യാറ്? ഞാൻ ബുക്കിലെ നായികമാരെയും പിന്നെ പിന്നെ ടീച്ചറെയും ഓർത്ത് ചെയ്യാറുണ്ട്. ഇത് കേട്ടപ്പോൾ ടീച്ചർക്ക് എന്തൊക്കെയോ തോന്നി. പിന്നെ ടീച്ചർ എന്നോടൊരു കാര്യം പറഞ്ഞു. ഇനി ഞാൻ നിന്നെ ചെയ്യാൻ പോകുന്ന കാര്യം നീ ഒരാളോടും പുറത്തു പറയരുത്. മനസ്സിലായോ? ഇല്ല ടീച്ചറെ, സത്യമായി ഞാൻ ആരോടും പറയില്ല. എന്താ ടീച്ചറെ? അവൻ അതായത് ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു നിനക്ക് എന്നെ ഓർത്ത് ചെയ്യാനല്ലേ പതിവ്. നീ എന്നെ ഓർത്ത് ചെയ്യണ്ട. നമുക്ക് 2 പേർക്കും കൂടി കുറച്ചു നേരം സുഖമായിട്ട് കിടക്കാം. നീ എന്ത് പറയുന്നു? നിനക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ അവൻ ചോദിച്ചു എനിക്ക് താല്പര്യമുണ്ട് ടീച്ചറെ. പക്ഷേ ടീച്ചറുടെ ഹസ്ബൻഡ് ഇതറിഞ്ഞാൽ അതൊന്നും നീ വിഷയമാക്കണ്ട. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു സന്തോഷവും സുഖവും ഇതുവരെ തന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഓർക്കുന്നത്? എനിക്ക് ആ സുഖവും എല്ലാം നിന്നിലൂടെ അനുഭവിക്കണം. നിനക്ക് സമ്മതമാണോ? അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് 100 ഇരട്ടി സമ്മതമാണ്. ടീച്ചറെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ അവളുടെ ഭർത്താവ് ചെയ്തു കൊടുക്കാത്ത പല സുഖങ്ങളും അവൻ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. പിന്നെ അവർ 2 പേരും ആ റൂം ഒരു സ്വർഗമാക്കി തീർത്തു. അങ്ങനെ സുഖങ്ങളെല്ലാം 2 പേരും അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ 2 പേരും കെട്ടിപ്പിടിച്ച് അല്പനേരം കിടന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും ഇത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് പണി. ഒരു ദിവസം പോലും മുടങ്ങുകയില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും പരസ്പരം സന്തോഷിക്കുകയും സുഖിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ദിവസങ്ങൾ തള്ളി നീക്കി. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയുള്ള കഥകളാണ് വേണ്ടതെന്ന് കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.